നമസ്കാരം. ഗുരുപൂർണിമയോടനുബന്ധിച്ച് കവിയും ഗ്രന്ഥകാരനും അഭിനേതാവും നോവലിസ്റ്റുമായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പൂയപ്പള്ളി പോൾ രാജിനെ BJP ഇളമാട് പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം B. വിജയമോഹൻ പൊന്നാട അണിയിച്ചു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വാളിയോട് ദിലീപ്, മീൽ സുബികുമാർ, വാളിയോട് സുരേഷ്, വിജയകുമാർ എന്നിവർ സംബന്ധിച്ചു. അവരുടെ കഴിവുകളും അവരുടെ നൈസർഗികമായ വാസനകളും പുറംലോകം അറിയുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഈ ഒരു സംരംഭങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രദേശങ്ങളിലും ഈ ഇന്ത്യ രാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗുരുവന്ദനം എന്ന ഈ പരിപാടി നമ്മുടെ പാർട്ടി എത്ര വർഷങ്ങൾ കൊണ്ട് നടത്തുകയാണെങ്കിലും ഈ വർഷം അത് കുറേ കൂടെ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലുള്ള ഈ കലാകാരന്മാരെ സാഹിത്യകാരന്മാരെയൊക്കെ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഇത്രയും വലിയ ഒരു കലാകാരൻ നമ്മുടെ പ്രദേശത്ത് അറിയപ്പെടാതെ പോയ, കാരണം യഥാർത്ഥത്തിൽ ഇവിടെ സുരേഷിന്റെ മാത്രം മനസ്സിൽ നിന്നിരുന്ന വേറെ ആർക്കും ദിലീപോലും ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇത്രയും വലിയ ഒരു മനസ്സിന്റെ ഉടമ, കലയുടെ ഉടമ, ഒരു സാഹിത്യകാരൻ, നൈസർഗികമായ ഭാവനകളുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഈ സാറിനെ യഥാർത്ഥത്തിൽ ഈ വാളിയോട് എന്നുള്ള പ്രദേശത്തോ അല്ലെങ്കിൽ പൂയപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തോ സാറിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയി. ആ കിട്ടാതെ പോയത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഈ ആദരവുകൾ കൊടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെ ഈ പുറം ലോകത്തേക്ക് കൊണ്ടുവരണം, നമ്മുടെ സമൂഹത്തിൽ മാതൃകയാവണം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലുള്ള ആളുകളുടെ പട്ടികയിലേക്ക് സാറിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള ഒരു അവസരമാക്കി നമ്മളിത് മാറ്റണമെന്നുള്ളതാണ്. സാറ് ഈ പ്രദേശത്തെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഒരു വലിയ കലാകാരനാണ്. കാരണം ഒരു ഫിലിമിൽ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുക, അതുകൊണ്ട് കഥാപ്രസംഗത്തിന് അതിൻ്റെ കഥകൾ എഴുതി കൊടുക്കുക. സാറിൻ്റെ തന്നെ കഥാപ്രസംഗങ്ങൾ കേരളത്തിലെ പല വേദികളിൽ ഒരുപാട് ഖാദികന്മാർ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ഈ ഖാദികൻ ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അതിൻ്റെ ഒരു പിറവി എന്ന് പറയുന്നത്, ഒരു കഥ എഴുതുക എന്ന് പറയുന്നത്. അതൊക്കെ എഴുതുവാനുള്ള നൈസർഗികമായ ഭാവനയുള്ള, അതിനുള്ള കഴിവുള്ള, അതിനുള്ള ശേഷിയുള്ള, അതിനുള്ള ആ പ്രാഗൽഭ്യമുള്ള ഈ സാറിനെ പോലുള്ള ആളുകളെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു കടമയായി നമ്മൾ അത് കണക്കാക്കണം. സാറിൻ്റെ ആ ഒരു വലിയ കലാകാരനെ ഞങ്ങൾ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. സാറിൻ്റെ ആ കഴിവുകൾ ഞങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഇതിനെ കാണുന്നു. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ഈ ഇളമാട് പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ള ഒരു ആദരവ് ഞങ്ങൾ സാറിനെ അണിയിക്കുകയാണ്. സാറിനെ അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യാം. ഈ ഓടനോട്ടം മനീഷ എന്ന് പറയുന്ന ഒരു യുവ കഥാകാരിയുണ്ട്, കഥാപ്രസംഗം നടത്തിയിട്ടുള്ള ഒരു കൊച്ചുണ്ട്. അവരുടെ മിക്ക കഥകളും സാറാണ്. അല്ല സാറിനാണ് ഒരു